ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു. കാർഷിക മേഖലയിലും ഉൽപാദന മേഖലയിലും വ്യാവസായിക ശാസ്ത്രീയ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് മുന്നേറിയിട്ടുള്ള ഒരു രാജ്യമാണ് നമുക്കിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഫെഡറൽ സംവിധാനത്തിലും ഊന്നിയിട്ടുള്ള ഒരു ഭരണഘടനാ സംവിധാനത്തെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പൊതുവെ കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ പൊതു സംവിധാനം അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത് പലപ്പോഴും പലതരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഭരണഘടന പലപ്പോഴും ചലഞ്ചനമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട്. അതേപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിലും മതേതരത്വത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പലപ്പോഴും ചില വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാ മതവിശ്വാസികളും ഒത്തുചേർന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നമ്മൾ പലപ്പോഴും വേർതിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ദോഷകരമായിട്ട് ഭവിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. മറ്റൊരു കാര്യം, ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളും അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഈ അടുത്ത കാലത്തായി വളർന്നു വരുന്നത് അല്ലെങ്കിൽ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ പുറകോട്ട് നയിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ഫെഡറൽ സംവിധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. പല സംസ്ഥാനങ്ങൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ സംസ്ഥാനങ്ങളെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. പക്ഷേ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം പുറകോട്ട് പോകുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഈ രാജ്യത്തെ മണിപ്പൂർ എന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് ഇന്നും നിലയ്ക്കാത്ത കലാപങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ വേണ്ടി സാധിക്കില്ല. അത്തരം കാര്യങ്ങളെ നമുക്ക് കാണാനും അത്തരം കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും നമ്മുടെ രാജ്യത്തിന് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പാർപ്പിട രംഗത്തും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കേരള സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ
സ്ത്രീ സമൂഹത്തിനും കുട്ടികൾക്കും വലിയ രീതിയിലുള്ള പരിരക്ഷയും സുരക്ഷിതവും ഒരുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. മറ്റൊരു കാര്യം, ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് വലിയ മുന്തിയ പരിഗണനയാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ ആലോചിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏറെ മുന്നേറിയെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതി സംബന്ധമായിട്ടുള്ള കാലാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പരിരക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകരാജ്യങ്ങളിലായാലും നമ്മുടെ ഇന്ത്യ രാജ്യത്തായാലും പല സന്ദർഭങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. കഴിഞ്ഞ മാസം 30-ാം തീയതി രാത്രി 2 മണിയോടുകൂടിയാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ടുള്ളത്. ആ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് നിരവധി കുടുംബങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 231 പേര് മരിച്ചതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 211 ശരീരാവശിഷ്ടങ്ങൾ നമുക്ക് തിരിച്ചറിയാതെ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും പല കുടുംബങ്ങളെ കണ്ടെത്തുന്നതിനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് കാലാവസ്ഥയും വ്യതിയാനവും പ്രകൃതി സംരക്ഷണവും ഈ കാലഘട്ടത്തിൽ വലിയ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് നടത്തേണ്ട ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ചുരൽമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിൽ, ആ ദുരന്ത നിവാരണത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം, വയനാടിനെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദുരന്തമുണ്ടായ ആ രാത്രി തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടം ആ സംഭവ സ്ഥലത്ത് എത്തുകയും ഇന്ത്യൻ സൈന്യവും അതേപോലെ തന്നെ ഇന്ത്യൻ പോലീസും NDRF-ഉം എക്സൈസും അങ്ങനെ വേണ്ട തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒത്തൊരുമിച്ചുകൊണ്ട് കഴിഞ്ഞ 16 ദിവസമായി നമ്മൾ ഈ ദുരന്ത മുഖത്ത് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാതി മറന്ന്, വിശ്വാസം മറന്ന് നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ടാണ് ആ ദുരന്ത മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ടുള്ളത്. പറ്റാവുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഓർക്കാനും കാണാനും സാധിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ഇന്ത്യൻ സൈന്യത്തെയും കേരള പോലീസിനെയും NDRF-നെയും രാഷ്ട്രീയ പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും അതേപോലെ തന്നെ യുവജന സംഘടനകളെയും ഈ ദുരന്ത നിവാരണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മുഴുവൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാനിവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്നത്തെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പരവേഡ് നമ്മളിവിടെ വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ചൂരൽമലയുടെ ദുരന്തത്തിന്റെ ഭാഗമായാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ അവസരത്തിൽ മരണപ്പെട്ട കുടുംബാംഗങ്ങളെയും ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളെയും ഒക്കെ ഈ അവസരത്തിൽ ഓർത്തുകൊണ്ടും മരണപ്പെട്ട പോയ കുടുംബങ്ങളുടെ വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടും ഈ 78ാമത് സ്വാതന്ത്ര്യദിന ദിനത്തിൽ എല്ലാ നല്ലവരായ സഹോദരി സഹോദരന്മാർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി സർ. ഇനി ദേശീയ ഗാനം.
Ladies also, permission will be granted to break the UAC, take charge. Officers, return, touch! Red, close order, march! Red, go, pump! Red, move to the right to trees. Red, right, cut! Please, right, right.